ഇനി ഓണവിപണി വിശേഷങ്ങൾ. ചിപ്സ് ഇല്ലാതെ മലയാളിക്ക് ഓണസദ്യയില്ല. വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ വ്യാപകമായതോടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറക്കുന്ന നാടൻ കായ്ക്ക് ഡിമാൻഡ് കൂടി. ഓണക്കാലമായതോടെ കായ വറുത്തതിനും ഉപ്പേരിക്കും വിപണിയിൽ ആവശ്യക്കാരേറിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തെ അപേക്ഷിച്ച് ഇത്തവണ കായ വറുത്തതിന് വിപണിയിൽ തീ വിലയാണ്. കിലോഗ്രാമിന് 440 രൂപ മുതലാണ് തലസ്ഥാനത്ത് വില. പഴുത്ത കായ ചിപ്സിനാകട്ടെ വില ഇതിലും അല്പം കൂടുതലാണ്. വെളിച്ചെണ്ണയാണ് ഇത്തവണത്തെ വില്ലൻ. അടിക്കടി വെളിച്ചെണ്ണ വില ഉയരുന്നതിനാൽ അതിനൊത്ത വില വർദ്ധിപ്പിക്കാതെ നിവർത്തിയില്ലെന്ന വ്യാപാരികൾ പറയുന്നു. എല്ലാം ഭയങ്കര വിലയൊക്കെ കൂടുതലാണ്. ഇനി നമുക്ക് ഒരാഴ്ച കച്ചവടമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വില കൂടി നിൽക്കുമ്പോൾ നമുക്ക് കച്ചവടം വളരെ കുറവാണ്. ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വിലയൊക്കെ ഇപ്പം സാധാരണ 60-65 ഇപ്പം വില നിലവിലുണ്ട്. വില ഏത്ത ഇനി വില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നേന്ത്രക്കായയ്ക്ക് ഇപ്പോൾ 65 രൂപ മുതലാണ് വിലയെങ്കിലും ഓണനാളുകളിൽ വില ഇനിയും കൂടാനാണ് സാധ്യത. വെളിച്ചെണ്ണയ്ക്കൊപ്പം നേന്ത്രക്കായയ്ക്കും വില കൂടി നിന്നാൽ ഇത്തവണത്തെ സദ്യയിൽ കായ വറുത്തത് മലയാളിയുടെ കൈ പൊള്ളിക്കുമെന്നുറപ്പ്. എന്നാൽ ചില വ്യാപാരികളാകട്ടെ വിലക്കയറ്റം ഇനി കാര്യമായി ഉണ്ടാകില്ലെന്നും ഓണം അടുപ്പിച്ച വില കുറഞ്ഞേക്കാമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ വില തന്നെ നിൽക്കും, വില കൂടത്തില്ലെന്നാണ് പ്രതീക്ഷ. കച്ചവടത്തിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. എല്ലാ തവണ അങ്ങനെ ഓണത്തിന് നല്ല കച്ചവടം നടക്കാറുണ്ട്. പച്ചത്തേങ്ങയുടെ വരവ് തുടങ്ങിയതോടെ വിപണിയിൽ ഇനി വെളിച്ചെണ്ണ വില കുറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി വില കൂടിയാലും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന മലയാളികളുടെ ഇലത്തുമ്പിൽ ഉപ്പേരി സ്ഥാനം പിടിച്ചിരിക്കും. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അമൽ, മൈഫിൻ TV, തിരുവനന്തപുരം. സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തി. ബോൾഗാട്ടി പാലസിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. പുട്ടുപൊടി, പാലക്കാടൻ മട്ടയേരി, അപ്പപ്പൊടി, പഞ്ചസാര, പായസ മിക്സ്, കല്ലുപ്പ്, പൊടിയുപ്പ് എന്നിവയാണ് പുതിയതായി പുറത്തിറക്കിയ ശബരി ഉൽപ്പന്നങ്ങൾ. പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ഗുണമേന്മ ഉറപ്പാക്കിയാണ് സപ്ലൈകോ പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കുന്നത്. മട്ടയരി പാലക്കാട്ടെ കർഷകരിൽ നിന്നാണ് സംഭരിക്കുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സംഭരിച്ച പഞ്ചസാരയും ശാസ്ത്രീയമായി അയഡൈസ് ചെയ്ത ഉപ്പുമാണ് ശബരി ബ്രാൻഡിന്റെ ഭാഗമായി ലഭ്യമാകുന്നത്. പായസ മിക്സും ഉയർന്ന ഗുണമേന്മ ഉറപ്പാക്കി മിതമായ വിലയിൽ ലഭ്യമാകും. പുട്ടുപൊടിയും അപ്പംപൊടിയും ഉയർന്ന ഗുണനിലവാരത്തോടെ വിപണി വിലയുടെ പകുതി വിലയ്ക്കാണ് ലഭ്യമാക്കുന്നത്. എറണാകുളം ബോൾഗാട്ടി പാലസ് നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. നടി റിമ കല്ലിങ്കൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വിനി ശ്രീനിവാസ്, ജനറൽ മാനേജർ VM ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാളികൾക്ക് മിൽമയുടെ ഓണസമ്മാനം. മിൽമയുടെ പശുവിൻ പാൽ ഇനി മുതൽ കുപ്പികളിലും വിപണിയിലെത്തും. ബോട്ടിൽ കൗ മിൽക്കിന്റെ വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിച്ചു. പൊട്ടിച്ച കവർ പാൽ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ പരിമിതികളും കൊണ്ടു നടക്കാനുള്ള പ്രയാസവും മിൽമ പാലിന് ഇനിയില്ല. കൂടുതൽ വിപണി സാധ്യത ലക്ഷ്യമിട്ട് ഓണസമ്മാനവുമായി ഉപഭോക്താക്കൾക്ക് മുന്നിലേക്ക് പുതിയ രൂപത്തിലെത്തുകയാണ് മിൽമ. പശുവിൻ പാലിൻ്റെ തനത് ഗുണവും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ 1 ലിറ്റർ ബോട്ടിൽ പശുവിൻ പാലിന് 70 രൂപയാണ് വില. ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 3 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. ഗുണമേന്മയുള്ള ഫുഡ് ഗ്രേഡ് ബോട്ടിലാണ് പാക്കിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ബോട്ടിൽ കൗ മിൽക്ക് വിതരണം ആരംഭിക്കുന്നത്. വൈകാതെ മറ്റ് യൂണിറ്റുകളും ഇത് ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. ഓണം പ്രമാണിച്ച 20-21 തീയതികളിൽ ബോട്ടിൽ പാൽ വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 10 പേരെ തിരഞ്ഞെടുക്കും. ഓരോരുത്തർക്കും 15,000 രൂപയുടെ സമ്മാനമാണ് ലഭിക്കുക. ഇതിനായി ബോട്ടിലിൽ ബാച്ച് കോഡിൻ്റെ കൂടെ 5 അക്ക നമ്പർ ഉൾപ്പെടുത്തിയിരിക്കും. 22-ന് നറുക്കെടുപ്പ് നടത്തി സമ്മാനാർഹരെ പ്രഖ്യാപിക്കും.
സൂപ്പർ മാർക്കറ്റുകൾ, ഓൺലൈൻ ശൃംഖലകൾ, മിൽമ നടത്തുന്ന സ്റ്റോളുകൾ എന്നിവയിൽ നിന്ന് 20-ാം തീയതി 2 ബോട്ടിൽ പാൽ വാങ്ങുന്നവർക്ക് മിൽമയുടെ 1/2 ലിറ്റർ പാൽ സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. മൈഫിൻ TV, തിരുവനന്തപുരം.